ഒരിക്കല് ഒരു രാജ്യത്ത് രാജഭരണമായിരുന്ന കാലത്ത് രാജാവ് നേരിട്ട് പ്രജകളുടെ ഇറക്കിലേക്ക് ഇറങ്ങും, പ്രജകൾക്ക് രാജഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായം അറിയാൻ. അങ്ങനെ രാജാവ് ജനങ്ങളുടെ അഭിപ്രായം അറിയുവാൻ പല ദിവസങ്ങൾ ദേശത്തു കൂടി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. ഒരു ദിവസം രാജഭടന്മാരെ കൊണ്ട് രാജാവ് വലിയൊരു കല്ലുരുട്ടി രാജവീതിക്ക് തടസ്സമാക്കി വെച്ചു. രാജാവ് എന്നിട്ടൊരു മരത്തിന്റെ പുറകിൽ പോയി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജാവും രാജഭടന്മാരും ഒക്കെ മരത്തിന്റെ പുറകിൽ നിൽക്കുമ്പോൾ പലരും അതുവഴി കടന്നു വരുന്നുണ്ട്, പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്വർണ്ണ വ്യാപാരിയും അദ്ദേഹത്തിന്റെ ആളുകളും അതുവഴി നടന്നു പോകുകയാണ്. കഷ്ടം തന്നെ, ഈ നാടിനൊരു വികസനവുമില്ല, ഇവിടെ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ് ആ കല്ലിനെ ഓരം ചേർന്ന് അവരിങ്ങനെ നടന്നു പോകുക. പഴയ ഭടന്മാർ അതുവഴി നടന്നുപോയി. അവർ പറയുകയാണ്, ഈ രാജാവിൻ്റെ അപ്പൻ രാജാവായിരുന്ന സമയത്ത് എന്ത് നല്ല ഭരണമായിരുന്നു, ഇങ്ങനെയൊക്കെയാണോ ഒരു രാജ്യഭരണം? അവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നടന്നു പോകുകയാണ്. പിന്നീട് അതുവഴി ഒരു പ്രായമുള്ളൊരു വൃദ്ധൻ വരികയാണ്. ഈ കല്ല് കണ്ടിട്ട് ഈ വൃദ്ധൻ പറയുകയാണ്, കഷ്ടം തന്നെ, രാജാവ് വരേണ്ട വീതിയാണിത്, രാജവീതിയാണിത്, ഇതിനൊരു തടസ്സമുണ്ടാകാൻ പാടില്ല. തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ കല്ലിനെ തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവും ഭടന്മാരും പെട്ടെന്ന് അവിടേക്ക് ചാടി വന്നിട്ട് ഈ വൃദ്ധനോടൊപ്പം ഈ കല്ലുകൾ മാറ്റുകയാണ്. കല്ലുകൾ ഉരുട്ടി മാറ്റി വൃദ്ധന് പൊൻനാണയങ്ങൾ കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ളവരെയാണ് നാടിന് ആവശ്യം. സ്വർഗരാജ്യത്തിലേക്ക് ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന സഞ്ചാരികളാണ് നമ്മൾ. അച്ഛൻ ഓർമ്മിപ്പിച്ചു, നമ്മളിവിടെ വെറും പ്രവാസികൾ മാത്രമാണ്. സങ്കീർത്തനക്കാരൻ 119 സങ്കീർത്തനത്തിന്റെ 54 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളാകുന്നു എന്ന്. ഈ ജീവിതത്തിൽ തടസ്സങ്ങളും കല്ലുകളും ഏറെ ഉണ്ടെങ്കിലും ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്താൽ അതിനെ തരണം ചെയ്യുന്നു എന്നതാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കൊണ്ട് നമുക്ക് മാതൃകയാകാനുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തില് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തില് യാക്കോബ് ഏശാവിനെ പേടിച്ച് ഓടുകയാണ്. ഏശാവിനെ പേടിച്ച് ഓടി സന്ധ്യയായപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ക്ഷീണം കാരണം കല്ലിന്മേൽ തല ചായിച്ച് യാക്കോബ് സമാധാനത്തോടെ ഉറങ്ങി സ്വർഗത്തിന്റെ ദർശനങ്ങളെ കണ്ടു എന്ന് പറയുകയാണ്. ഇവിടെ ഏത് പേടിക്കുന്ന അവസ്ഥയിലും ഏത് ഭയപ്പെടുന്ന അവസ്ഥയിലും ദൈവത്തിന്റെ കൃപ കൂടെയുള്ളവന് ജീവിതത്തിന്റെ മുൻപിലുള്ള കല്ലുകളെ അതിൽ തല വെച്ച് ഉറങ്ങുവാനുള്ള ദൈവകൃപ ആർജിച്ചെടുക്കണമെന്നാണ് പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് പോകുന്ന നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. വീണ്ടും രണ്ടാമതായിട്ട് 2 ശമൂവേൽ പുസ്തകത്തില് മല്ലനായ ഗോലിയാത്തിന്റെ മുൻപിൽ ഒരു രാജ്യം മുഴുവൻ വിറച്ചു നിൽക്കുമ്പോൾ, ധീരനായ ശൗൽ രാജാവ് വിറച്ചു നിൽക്കുമ്പോൾ, ഇച്ചിരിയില്ലാത്ത ഒരു ദാവീദ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അവിടെ നിൽക്കുന്ന ഈശായിയുടെ 7 മക്കളും അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്, നോക്ക്, മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുന്നത് കണ്ടില്ലേ? ദാവീദ് ഒരാട്ടിടയനാ, അവന് യുദ്ധത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് മറ്റുള്ളവർ വിചാരിച്ചെങ്കിലും ദാവീദ് ചോദിക്കുകയാണ്, അതിന് നമ്മൾ എന്തിനു ഭയപ്പെടണം? നമ്മൾ അവനെ കീറിക്കളയണം. കാരണം അവൻ ദൈവത്തിനെതിരെ സംസാരിക്കുന്നവനാണ്, അവൻ രാജാവിനെതിരെ സംസാരിക്കുന്നവനാണ്. അവനെ തൻ്റെ സഹോദരന്മാർ അവിടെ നിന്ന് ഓടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ശൗൽ രാജാവ് അവനോട് പറയുകയാണ്, നിനക്കെവിടെ നിന്നാണ് ഈ ധൈര്യം? അവൻ പറയുകയാണ്, ഞാനൊരു വെറും ആട്ടിടയനാണ്. ഞാൻ ആടിനെ മേയ്ക്കുവാൻ എൻ്റെ വെളും പ്രദേശത്തേക്ക് ചെല്ലുമ്പോൾ സിംഹവും കരടിയും എല്ലാം എൻ്റെ ആടുകളെ പിടിക്കാൻ കടന്നു വരുമ്പോൾ യഹോവയുടെ നാമത്തിൽ നിർദാക്ഷിണ്യം ഞാൻ അവയെ കീറിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏതു മല്ലനെയും കീറിക്കളയുവാനുള്ള ശക്തി എനിക്ക് എൻ്റെ ദൈവത്താൽ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് പടച്ചട്ടയും ആയുധവും ശൗലിന്റെ കയ്യിലേക്ക് മടക്കി കൊടുത്തിട്ട് മിനുസമുള്ള 5 കല്ലുകൾ എന്നാണ് ആ കല്ലുകളെ കുറിച്ച് പറയുന്നത്. മിനുസമുള്ള 5 വെറും കല്ലുകൾ കൊണ്ടാണ് അവൻ മല്ലനായ ഗോലിയാത്തിനെ അടിച്ച് താഴെയിടുന്നത്. എന്നിട്ടോ ആ ഗോലിയാത്തിന്റെ മുകളിൽ കയറിയിരുന്ന് അവന്റെ ഉറയിൽ നിന്ന് വാളെടുത്ത് അവന്റെ കഴുത്തിനെ വെട്ടി രാജാവിന്റെ കാൽക്കൽ വെക്കുന്ന ദാവീദ് നമ്മളോട് വർഷത്തിന്റെ ആരംഭത്തിൽ പറയുകയാണ്, നിന്റെ മുൻപിൽ ഏതെല്ലാം തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിന്റെ പ്രാർത്ഥനകൾ കൊണ്ട് നിന്റെ കല്ലുകളെ മിനുസമാക്കി നിന്റെ ശത്രുവിനെ തകർക്കുവാൻ തക്കവണ്ണം, നിന്റെ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം നീ കൃപയാർജിച്ചെടുക്കുമ്പോഴാണ് പുതിയ വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുന്നത്. ജീവിതത്തിൽ കല്ലുകൾ ഇല്ലാതിരിക്കുമ്പോഴല്ല,
ജീവിതത്തിൽ തടസ്സങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴല്ല, നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ മിനുസപ്പെടുമ്പോഴാണ്, നിന്റെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകുമ്പോഴാണ് നിന്റെ മുൻപിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നത് എന്ന് വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ അതികാലത്ത് മറിയം എഴുന്നേറ്റ് കല്ലറയുടെ വാതിൽക്കൽ ചെന്നപ്പോൾ കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നത് കണ്ടു. എൻ്റെ ജീവിതത്തിൽ ദൈവം ഉരുട്ടി മാറ്റിയ എത്രയെത്ര കല്ലുകളെ പ്രതി ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്നതാണ് എനിക്കും നിങ്ങൾക്കുമെല്ലാം ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. ആകയാൽ പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സ്തുതിക്കുകയും വരും വർഷത്തിലേക്ക് നോക്കി പാർത്തിരിക്കുകയും ഏത് കല്ലുകളിലും കർത്താവേ നിന്റെ കൃപ കൊണ്ട് തലവെച്ചുറങ്ങാൻ ഏത് കല്ലുകളെയും പ്രാർത്ഥനയോടെ നിന്നോട് ചേർന്ന് വരുവാൻ ഞങ്ങളുടെ യോഗങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മകളും ഒക്കെ മുഖാന്തരമായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സന്ധ്യയുടെ ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ ലേഖനമായ വിശുദ്ധ യൂദായുടെ ലേഖനം, വിശുദ്ധ യൂദായുടെ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നതുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കും മുൻപ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ധ്യയിൽ നമ്മോട് പറയുകയാണ്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, അതാണ് ഈ ചെറിയ ലേഖനം, യൂദായുടെ ലേഖനം. യൂദായുടെ ലേഖനം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ്, വെളിപ്പാട് പുസ്തകത്തിൻ്റെ തൊട്ടു മുൻപിലുള്ള ഒറ്റ അധ്യായം മാത്രമുള്ള ചെറിയൊരു ലേഖനമാണ്. യൂദായെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള യൂദ ആരാണ്? കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഇസ്കറിയോത്തായ യൂദ. എന്നാൽ ഇവിടെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22-ലും വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 16-ലുമൊക്കെ ഈ യൂദായെക്കുറിച്ച് പറയുന്നുണ്ട്. തദ്ദായി എന്നറിയപ്പെടുന്ന യൂദ, യാക്കോബിൻ്റെ സഹോദരനായ യൂദ, ക്രിസ്തുവിന് ഏറ്റവും പ്രിയങ്കരനായ യൂദ എന്നൊക്കെയാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നതെങ്കിൽ യൂദായെക്കുറിച്ച് തന്നെ പറയുന്നത് യൂദാ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ ഇങ്ങനെ പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ദാസനായ യൂദ, തന്നോടൊപ്പം നടക്കുന്ന, നമ്മൾക്കൊരു പ്രത്യേകതയുണ്ട്, നമ്മളോടൊപ്പം നടക്കുന്നവൻ്റെ ഒന്നും ദാസനാവൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ ആർക്കും ദാസനാവൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും എല്ലായിടത്തും ഒന്നാമനാവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ യൂദ തന്നെ തന്നെ താഴ്ത്തി പറയാണ്, ഞാൻ യേശുവിൻ്റെ ദാസനായ യൂദയാകുന്നു എന്ന്. കർത്താവിൻ്റെ കുരിശു മരണത്തിന് ശേഷം, കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ആദിമസഭ ശിഷ്യന്മാരാൽ ശക്തിപ്പെടുകയാണ്. ശിഷ്യന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തു സുവിശേഷവുമായി പോകുമ്പോൾ ആദിമസഭ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ എവിടെയും ശക്തിയുള്ള കൂട്ടായ്മകളുടെ ഇടയിൽ ചില ദുരുപദേശക്കാർ അന്ന് കാലം മുതൽ നുഴഞ്ഞു കയറിക്കൊണ്ടേയിരുന്നു. യെരുശലേമിലെ സഭയുടെ നേതാവായി, അവർക്ക് പ്രാർത്ഥനയുടെ നല്ല ലീഡറായി നിന്നിരുന്ന യൂദ ആ ജനത്തിന് ഇടയിലേക്ക് ദുരുപദേശക്കാർ കയറുന്നത് കണ്ടപ്പോൾ ദുരുപദേശക്കാരെ കണ്ട് തൻ്റെ ജനം തെറ്റിപ്പോകാതിരിക്കാൻ തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിൽ നിലനിൽക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. 2 കാരണമാണ് ഈ ലേഖനം എഴുതാൻ കാരണം. ഒന്ന്, തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കുവാൻ ദൈവജനത്തെ ശ്രദ്ധയുള്ള കേൾവിക്കാരാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് യൂദാ ലേഖനത്തിൽ വിശുദ്ധനായ യൂദാ ചെയ്യുന്നത്. രണ്ടാമത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ വിശ്വാസം പലപ്പോഴും ചാഞ്ചാട്ടമുള്ള വിശ്വാസമാണ്. ദൈവം നമുക്ക് കൂടെ ഇരിക്കുമ്പോൾ, ദൈവം നമുക്ക് സമീപസ്ഥനാകുമ്പോൾ, ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം തരുമ്പോൾ നമ്മൾ പലപ്പോഴും വിശ്വാസത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നവരാ. എന്നാൽ പലപ്പോഴും പ്രാർത്ഥനിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ സംശയമുള്ളവരായി തീരാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ യൂദാ തൻ്റെ ജനത്തോട് 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പറയുകയാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളെ വിട്ട് സഞ്ചരിക്കരുത് എന്ന്. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ.
അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ചു നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, അവർ പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞ് നമ്മളോട് പറയുകയാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളും യൂദ ഓർമ്മിപ്പിക്കുന്നത് ആദ്യം തന്നെ. ഒന്ന്, നിങ്ങളോ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ച, തമ്പുരാനോട് ചേർന്ന് നടന്നവര് നമ്മളെ പഠിപ്പിച്ച, അവരിൽ നിന്ന് നമ്മുടെ പിതാക്കന്മാർ കേട്ട് പഠിച്ച ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടവരാണ്. അതിൽ ഉണർവുള്ളവരാകണം, തണുത്തു പോകാത്തവരാകണം. രണ്ട്, പറയുകയാണ്, അന്ത്യകാലത്തെക്കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നവർ. നമുക്ക് എന്നും എവിടെയും കാണാൻ സാധിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പലയിടത്തും ക്രൈസ്തവർക്കെതിരെ, കരോളുകൾക്കെതിരെയൊക്കെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി എന്ന്. പക്ഷെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാരൽ സർവീസ് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലോകമെമ്പാടും അറിയിക്കുന്ന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുള്ള ദിവ്യ ദൂതുമായിട്ട് ഭവനങ്ങളിലും ദേശങ്ങളിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഇറങ്ങി നടന്ന് സുവിശേഷം അറിയിക്കുന്നതായിരുന്നു സ്വർഗീയ ദൂതന്മാരോടൊപ്പം നമ്മൾ നടത്തിയ കരോളുകൾ. എന്നാൽ ഇന്നിൻ്റെ കാലത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ചെവി പൊത്തി ഇരിക്കേണ്ടത് പോലത്തെ ഇത് കാരൽ സർവീസാണോ അതോ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത, മാതൃകയില്ലാത്ത ഒരവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ തരം താണു പോകുന്ന അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് ഉല്ലാസപ്രിയരായ, പരിഹാസികളായ, അനുസരണമില്ലാത്തവരായ ഒരു ജനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ വസിക്കുമെന്ന് ഇവിടെ യൂദ ലേഖനകർത്താവ് യൂദ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അവർ ഭിന്നതയുണ്ടാക്കുന്നവരാണ്. 2, അവർ പ്രാകൃതന്മാരാണ്. 3, അവർ ആത്മാവില്ലാത്തവരാണ്. നമുക്കറിയാം, 3 പേര് കൂടി ആത്മീയമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ ഇടയിൽ ഭിന്നത കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ അവർ പ്രാകൃതന്മാരാണെങ്കിൽ അവർ ആത്മാവില്ലാത്തവരാണ്. ആത്മാവില്ലാത്തവരായി ഈ ഭൂമിയിൽ ജീവിക്കാതെ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായിട്ട്, കർത്താവേ, പുതിയ വർഷം ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കണം ഈ സന്ധ്യയുടെ നമ്മുടെ ഒന്നാമത്തെ നിയോഗം. അവിടെ നമ്മളോട് പറയുകയാണ്, അങ്ങനെയുള്ളവരുടെ നടുവിൽ നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുക. 4 കാര്യങ്ങളാണ് ഇവിടെ ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളോ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്ത് വിശ്വാസമാണ്? നമ്മളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നാം എന്തു ചെയ്യണം? ഒന്നാമതായിട്ട് ആത്മീക വർധനവ് വരുത്തുന്നവരാകണം. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്. 3, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്ന്. 4, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ, കർത്താവെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. കർത്താവ് നമ്മളോട് 4 കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, 1, നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നവരാകണം. ആത്മീക വർധനവ് എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിച്ചു നോക്കിക്കേ. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ആൻറ്റിയുടെ വായിൽ നിന്ന് ഒരു വാക്ക് വന്നത് ശ്രദ്ധിച്ചായിരുന്നോ? കർത്താവെ, ഞങ്ങൾ വചനം കേട്ട് തഴമ്പിച്ചവരാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അപ്പത്തിനായിട്ടുള്ള വിശപ്പോ വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, ദൈവത്തിൻ്റെ വചനത്തിനായിട്ടെന്നൊക്കെ പ്രവാചകന്മാർ പറയുന്നുണ്ട്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു ക്ഷാമവുമില്ല, ആത്മീയ യോഗങ്ങൾക്ക് യാതൊരു ക്ഷാമവുമില്ല. ഇന്ന് നമ്മുടെ വിരൽ തുമ്പിൽ എല്ലാം ഉണ്ട്. പക്ഷെ എനിക്കും നിങ്ങൾക്കും ആത്മീക വർധന ഉണ്ടാകുന്നുണ്ടോ? പുതിയ വർഷത്തിലേക്ക് ഞാൻ പുതിയതായിട്ട് എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഇന്നലെയേക്കാൾ ഇന്ന് എനിക്കൊരു ആത്മീയ വർധന ഉണ്ടാകാൻ എൻ്റെ പ്രവൃത്തികളും എൻ്റെ പ്രവർത്തനങ്ങളും എൻ്റെ പ്രാർത്ഥനകളും മുഖാന്തരങ്ങളാകണം. എവിടെ നോക്കിയാലും ഭക്തിയുടെ വേഷം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മളിൽ എത്ര പേർക്ക്, നമ്മളിൽ എത്ര കുടുംബങ്ങൾക്ക് ശക്തിയുള്ള സാക്ഷ്യമുള്ളവരായി ദേശത്ത് വസിക്കുവാൻ, ശക്തിയുള്ള സാക്ഷ്യമുള്ള മാതാപിതാക്കളാകുവാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ നമ്മളോട് തന്നെ ചോദിക്കുക. 1, ആത്മീക വർധനവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവമേ ആകേണ്ട അവസ്ഥയിലേക്ക് എൻ്റെ ആത്മീക വർധനവിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്?
നമ്മളിലെല്ലാം ബലഹീനതകളുണ്ട്. നമ്മൾ ജഡത്തിൽ മനുഷ്യരാണ്, നമുക്ക് ബലഹീനതകളുണ്ട്. എന്നിട്ട് നമ്മൾ പറയും, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം കർത്താവിൻ്റെ കാതുകളും മന്ദമായി പോയിട്ടില്ല. ഇത്രയുമേ നമുക്ക് ഇഷ്ടമുള്ളൂ. എന്നാൽ അതിൻ്റെ തുടർവാക്യം എങ്ങനെ പറയുന്നു? എന്നാൽ നിന്റെ അകൃത്യം അത്രേ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. ആത്മീക വർദ്ധനയുള്ള ആഗ്രഹം എന്നിലുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല എങ്കിൽ അതെൻ്റെ ബലഹീനതയാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കും മുൻപ് കർത്താവെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ആത്മീക വർധനവ് വരുത്തുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഈ പൊത്തുപൊരുത്ത ജീവിതവുമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകത്തേ ഉള്ളൂ. രണ്ടാമതായിട്ട് ശ്ലീഹ പറയുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെല്ലാം കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മളെല്ലാം വ്യക്തികളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ എത്ര പേർക്ക് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മ സാന്നിധ്യം, ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്, നമ്മുടെ ശുശ്രൂഷകളിലും ആരാധനകളിലും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധ ദൈവമാതാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ശബ്ദം കേട്ട പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മളിൽ എത്ര പേർക്ക് പ്രാർത്ഥനയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥനകൾ ജൽപ്പനങ്ങളായി പോകുകയാണ് ചെയ്യുന്നത്. കർത്താവെ, പരിശുദ്ധാത്മാവുള്ളവരായി തീരുവാൻ എൻ്റെ കുടുംബ ബന്ധങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം, പരിശുദ്ധാത്മ സ്നേഹമുണ്ടാകണം. പുതിയ വർഷത്തിൽ കർത്താവെ, പരിശുദ്ധാത്മാവുള്ളവരായിട്ട് ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട് പറയുകയാണ്, നിത്യജീവനായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കണം. നിത്യജീവൻ നമ്മുടെ എല്ലാം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മളിൽ പലരുടെയും ചിന്ത എന്താണെന്നറിയോ? ഞാൻ ഈ സമ്പാദിക്കുന്നതെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് കൂട്ടി ഞാൻ കോടാനുകോടി വർഷം ഇവിടെ ജീവിക്കുമെന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത്. ഒരു രൂപ പോലും ഉപയോഗിക്കാതെ, ഒരു രൂപ പോലും കഴിക്കാതെ, ഒരു രൂപ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് താൻ ഇടാത്ത മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്ന തിത്തിരി പക്ഷിയോട് സമമായിട്ട് നമ്മളിൽ പലരും ജീവിക്കുമ്പോൾ നമ്മളോട് പറയുകയാണ്, നിത്യജീവന് യോഗ്യമായ പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടാകാറുണ്ടോ? നിത്യജീവൻ എന്ന സ്വപ്നം കാണാറുണ്ടോ? നമുക്ക് ഇവിടെ നിത്യജീവൻ വേണ്ടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും എന്ത് വേണം? എന്ത് വേണം? നിത്യജീവൻ വേണം. നിത്യജീവൻ വേണമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം പറയുകയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. പാപത്തെ ഉപേക്ഷിക്കുവാൻ, പാപ സ്വഭാവത്തെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കാതെ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ നിത്യജീവൻ അവകാശം നമുക്കുണ്ടാകുകയില്ല. നിശ്ചയം നിത്യജീവൻ രണ്ടാമതായിട്ട് നമുക്ക് കിട്ടാൻ നമുക്കെല്ലാം നിത്യജീവനും വേണം. എന്നാൽ ഇവിടെ ഫസ്റ്റ് നിത്യജീവൻ വേണ്ട ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഫസ്റ്റ് വേണം. അങ്ങനെ ആകുമ്പോൾ ഇപ്പം തന്നെ കാര്യം സാധിക്കും. ആർക്കും തയ്യാറല്ല? മരിക്കാൻ തയ്യാറാകണം. ഈ മരിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മരിക്കത്തക്കുള്ള യോഗ്യത എനിക്കുണ്ടെങ്കിൽ ഞാൻ മരിക്കാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. നിത്യജീവന് വേണ്ടി എന്തു ചെയ്യണം? കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട്, കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ. നാലാമത് പറയാണ്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണെന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമാണ്, ദേവാലയത്തിൽ പരസ്പരം കാണുമ്പോൾ സ്നേഹമാണ്, എല്ലാവർക്കും സ്നേഹമാണെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നമ്മുടെ സ്നേഹം ദൈവസ്നേഹമാണോ? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ നമ്മളെപ്പോഴും കാണുന്നതാണ്, എൻ്റെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും സ്നേഹം ദയ കാണിക്കുകയും സ്നേഹം സ്പർദ്ധിക്കുന്നില്ല എന്നും സ്നേഹം നിഗളിക്കുന്നില്ല എന്നും സ്നേഹം ചീർക്കുന്നില്ല എന്നും സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബത്തോടുള്ള, എൻ്റെ ദേവാലയത്തോടുള്ള, എൻ്റെ ചുറ്റുപാടിനോടുള്ള, എൻ്റെ സഹോദരനോടുള്ള സ്നേഹമാണോ? സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല. പ്രവചനമോ അവ നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. സ്നേഹം ഒരു നാളും, സ്നേഹമുണ്ടെങ്കിൽ അത് ദൈവസ്നേഹമാണെങ്കിൽ ദീർഘമായി ക്ഷമിക്കാൻ കർത്താവെ, പുതിയ വർഷത്തിൽ ദീർഘമായി മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, ദയ കാണിക്കാൻ, സ്പർദ്ധയില്ലാതെ ജീവിക്കുവാൻ, വിട്ടുകൊടുക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ എൻ്റെ സ്നേഹം ദൈവസ്നേഹമാകുന്നുള്ളൂ. വീണ്ടും യൂദാ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്.
ഇനി നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ്. പറയുകയാണ്, സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പിൻ. 2, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പിൻ. 3, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. 1, സംശയിക്കുന്ന ചിലരോട് കരുണ കാണിപ്പിൻ. സംശയിച്ച് ജീവിക്കുന്ന പലരും നമ്മുടെ ചുറ്റിലുമുണ്ട്. ദൈവം സ്നേഹിക്കുന്നുവോ? ഇതും വിശ്വാസമാണോ? ഇതും ഭക്തി ജീവിതമാണോ എന്ന് സംശയിക്കുന്നവരുടെ മുൻപിൽ, വിശ്വാസ ജീവിതത്തിൽ അജ്ഞതയുള്ളവരുടെ മുൻപിൽ നമ്മൾ പറയും, അച്ഛൻ ചിലപ്പോൾ മിക്കവാറും എന്ന് പറയും, നാളെ വരുമ്പോൾ നിങ്ങൾ ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ട് അജ്ഞതയുള്ളവരെ കൂടെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരാൻ നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കണം. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് മാതൃകയാകാൻ സാധിക്കാത്തത് എന്താണെന്നറിയാമോ? കേൾക്കുന്നത് അനുസരിക്കാത്തവരും പ്രാർത്ഥിക്കുന്നത് പോലെ പ്രവർത്തിക്കാത്തവരും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ട് സംശയിക്കുന്നവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ കർത്താവേ, പുതിയ വർഷം എനിക്ക് സാധിക്കണമേ. വീണ്ടും പറയാണ്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ വിമർശിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആരെ കണ്ടാലും അവരുടെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അവരെ ആ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? 3 പറയുകയാണ്, ജഡത്തിലെ കറ പിടിച്ച അങ്കി പോലെ പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പീനെന്ന്. നമ്മളുടെ എല്ലാം ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ദൈവം നമുക്ക് അനുഗ്രഹമായി തന്നിരിക്കുകയാണ്. അബ്രഹാമിനെ സമ്പത്ത് കൊണ്ട്, ഇയ്യോബിനെ സമ്പത്ത് കൊണ്ട് ഒക്കെ അനുഗ്രഹിച്ചനായ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമ്മളോട് പറയുകയാണ്, ജഡത്തിൻ്റെ കറ, ലോകമോഹത്തിൻ്റെ കറ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാം നമുക്ക് അനുഭവിപ്പാൻ ദൈവം അനുവാദം നൽകുന്നുണ്ടെങ്കിലും ലോകം നമ്മളെ കീഴ്പ്പെടുത്താൻ, ലോകം നമ്മുടെ തലമുറകളെ കീഴ്പ്പെടുത്താൻ സാധിക്കാതിരിക്കണമെങ്കിൽ ഉറച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. ഉറച്ച് വിശ്വാസമുള്ള മാതാപിതാക്കൾ ഉണ്ടാകണം. ഉറച്ച മാതൃകയുള്ള മാതാപിതാക്കൾ ഉണ്ടാകണം. നമ്മുടെ എല്ലാം ജീവിതം വലിയൊരു കപ്പലാണ്. എവിടേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ? സ്വർഗസിയോനിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. ഈ സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന നമ്മുടെ കപ്പലിലെ നല്ല കപ്പിത്താന്മാരും നല്ല നായികമാരുമാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം. അതിൽ സഞ്ചാരികളായി നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും നമ്മുടെ വരും തലമുറയും നമുക്ക് ദൈവം തന്ന സകലരും ഈ കപ്പലിനകത്തുണ്ട്. വെള്ളമില്ലാതെ കപ്പലിന് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധ്യമല്ല. എന്നാൽ കപ്പലിനകത്ത് വെള്ളം കയറിയാലോ ഈ കപ്പൽ മുങ്ങിപ്പോകും. ഞാൻ രക്ഷപ്പെട്ടാൽ എൻ്റെ തലമുറ രക്ഷപ്പെടണം. ഞാൻ രക്ഷ നേടിയാൽ എൻ്റെ തലമുറയും ദൈവത്തെ അറിയണമെന്നുള്ള ചിന്തയിൽ മക്കളെ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഈ ദേശത്ത് മാതൃകയാകുവാൻ ദൈവഭാഗത്തുള്ളവർക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഈ വരവുകളും കൂട്ടായ്മകളുമൊക്കെ അനുഗ്രഹത്തിനായി തീരുന്നത്. പുതിയ വർഷം 4 കാര്യങ്ങളാണ് പറയുന്നത്. സ്വയം ആത്മീക വർധനവ് വരുത്തുക, 2 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, 3 നിത്യജീവനായിട്ട് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുക, 4 ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുക. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയാണ്, നാം ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണമെന്ന്. നാം ഒഴുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. നാം ഒഴുകിപ്പോകുന്നവരാണ്. നമ്മൾ ഈ ഭൂമിയിൽ എന്നെങ്കിലും ഇല്ലാതാകേണ്ടവരാണ്. നമ്മൾ നിത്യതയ്ക്ക് അവകാശമുള്ളവരാകേണ്ടവരാണ്. കേട്ടവർ ഉറപ്പിച്ചു തന്ന ഈ സത്യത്തെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ഈ രക്ഷ നമ്മൾ തെറ്റി ഒഴിയുമെന്നാണ് ഹെബ്രായ ലേഖനകർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ കേട്ടനുഭവിച്ച രക്ഷയിൽ നിന്ന് ഓടിയൊളിക്കാൻ നമുക്ക് സാധിക്കുമോ? ഓടിയാൽ എവിടെ വരെ ഓടും? യോന ഓടിയത് വരെ കപ്പലിൻ്റെ അടിത്തട്ട് വരെയാ. പിന്നെ ഓടിയതോ മത്സ്യത്തിൻ്റെ വയറ്റിൽ വരെയാ. പിന്നെ ഓടിയതോ നശ്വരമായ ആവണക്കിൻ്റെ ചുവട്ടിലാ. ഈ ഭൂമിയിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുമ്പോൾ പ്രിയമുള്ളവരെ, നാം മറന്നു പോകരുത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും മുറുക്കെ പിടിച്ച് ക്രിസ്തുവിന് വേണ്ടി ഓടാൻ, ക്രിസ്തുവിൽ ഓടാൻ, മറ്റുള്ളവരുടെ മുൻപിൽ, തലമുറയുടെ മുൻപിൽ ഓടാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം അനുഗ്രഹമുള്ള ജീവിതമാക്കി മാറുന്നത്. വിശുദ്ധ യൂദാ ലേഖനത്തിലേക്ക് തിരിച്ചു വരാം. വിശുദ്ധ യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുകയാണ്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ കേട്ട കാര്യങ്ങളെല്ലാം
നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് യൂദ നമ്മളോട് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 4 കാര്യങ്ങൾ അവിടെ വീണ്ടും പറയുകയാണ്. ഒന്നാമത് പറയുകയാണ്, കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കഷ്ടത്തിൻ്റെ കാലത്ത് കർത്താവ് അവരെ മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു. എവിടേക്ക് കൊണ്ടുപോകാമെന്ന് അവരോട് പറഞ്ഞു? കനാനിലേക്ക് കൊണ്ടുപോകാമെന്ന്, വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് കർത്താവ് അവരോട് പറഞ്ഞു. എങ്കിലോ പലരും വാഗ്ദത്ത ദേശം അവകാശപ്പെട്ടില്ല. കാരണം എന്തായിരുന്നു? ഈ ജനം ആർത്തിമാറാത്ത ജനമായിരുന്നു. ഒന്നാമതായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, പലരും വാഗ്ദത്ത ദേശം അവകാശപ്പെടാത്തതുപോലെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന നിത്യജീവൻ്റെ തുറമുഖം എനിക്കും നിങ്ങൾക്കും അവകാശമായി വരുമോ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശം അവകാശപ്പെടാത്തതിൻ്റെ കാരണം? ഒന്നാമതായിട്ട് മരുഭൂമിയിൽ അവരനുസരണക്കേട് കാണിച്ചു. ഒന്നാമത്തെ അവരുടെ തെറ്റെന്തായിരുന്നു? അവരനുസരണക്കേട് കാണിച്ചു. വെറും 847 കിലോമീറ്റർ നടക്കേണ്ട അവര് 40 വർഷമാണ് അനുസരണക്കേട് കൊണ്ട് ഊടാടി നടന്നത്. ഈ നടപ്പിനിടയിൽ പലർക്കും എന്ത് സംഭവിച്ചു? പലരും വാഗ്ദത്ത ദേശം കാണാതെ മരണപ്പെട്ടു. പലരും വാഗ്ദത്ത ദേശം കാണാതെ മരണപ്പെട്ടു. ഇതെന്താണെന്നാണ് പറയുന്നത്? കൊരിന്ത്യ ലേഖനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടി കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, ഒരേ ആത്മീയാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മളോട് പറയുകയാണ്. ഇതെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ദൃഷ്ടാന്തമാണ്. പലരും ശ്രേഷ്ഠന്മാരാണെന്ന് പറഞ്ഞ് നടന്നു, എങ്കിലും പലപ്പോഴും അനുസരണക്കേടുകൊണ്ട് ഈ 2025 ഒന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവെ, അറിയാമായിരുന്ന പല കാര്യങ്ങളിലും എത്രത്തോളം ഞാൻ അനുസരണക്കേട് കാട്ടി. ആ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് എനിക്കറിയാമായിരുന്നു, അപ്പോഴങ്ങനെ പ്രതികരിക്കരുതെന്ന് എനിക്കറിയാമായിരുന്നു, അവിടെ ഇരിക്കരുതെന്ന് എനിക്കറിയാമായിരുന്നു, അതിനൊത്താശ ചെയ്യരുതെന്ന് എനിക്കറിയാമായിരുന്നു, ഭവനത്തിൽ ഇങ്ങനെ പെരുമാറരുതെന്ന് എനിക്കറിയാമായിരുന്നു, ഇത് തെറ്റാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ അനുസരണക്കേട് കാട്ടിയോ? നമ്മളോട് പറയുകയാണ്, ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. പലരും വാഗ്ദത്ത ദേശം അവകാശപ്പെടുത്തിയില്ല. രണ്ടാമത് ഇസ്രായേൽ ജനം ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? അവരെപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. മിസ്രൈമിൽ ഞങ്ങൾക്ക് അടിമത്തമുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് അവിടെ തിന്നാൻ ഇറച്ചി ഉണ്ടായിരുന്നു എന്ന് ഇവരുടെ പരാതി കേട്ട് സ്വർഗം തുറന്ന് മതി വരുവോളം, കൊതിമാറുവോളം കാട ഇറച്ചി സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു കൊടുത്തു. ഈ ഇറച്ചി പല്ലിനിടയിലിരിക്കുമ്പോൾ, ആ വാക്യം അങ്ങനെയാണ്, പല്ലിനിടയിലിരിക്കുമ്പോൾ അവർ പരസ്പരം അസൂയപ്പെട്ടു. അസൂയ കണ്ടിട്ട്, യഹോവയ്ക്കെതിരെ പരാതി പറയുന്നത് കണ്ടിട്ട് മാറാവ്യാധി അവരെ ബാധിച്ചു. ഈ മാറാവ്യാധി പിടിച്ച് അനേകര് വാഗ്ദത്ത ദേശം പ്രാപിക്കാതെ കടന്നുപോയി എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, മാറാവ്യാധി കൊണ്ട് പലരും കടന്നുപോയത് എന്തുകൊണ്ടാണ്? അവരെപ്പോഴും പരാതി പറയുന്നവരായിരുന്നു. വീണ്ടും നമുക്ക് ഈ 2025 ഒന്ന് ചിന്തിക്കാം. എൻ്റെയും നിങ്ങളുടെയൊക്കെ വാഗൊണ്ട് എത്ര പ്രാവശ്യം ദൈവമേ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ലഭിക്കാത്തതിനെ കുറിച്ച് ഞാൻ ഓർത്ത് പരാതിപ്പെട്ടു. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ, ഞാൻ ഈ പരാതിപ്പെട്ടതൊക്കെ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണോ? അല്ല. പലപ്പോഴും ഞാൻ പരാതി പറയുന്നത് എനിക്ക് ലഭിക്കാത്തത് കൊണ്ടല്ല, എന്നേക്കാൾ ഉപരിയായിട്ട് മറ്റാർക്കൊക്കെയോ കിട്ടിയത് കൊണ്ടാണ്.
നമ്മൾ ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ പല സങ്കടങ്ങളുടെയും കാരണം നമുക്ക് ലഭിക്കാത്തതിനേക്കാൾ കൂടുതൽ അത് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുമ്പോൾ, കർത്താവേ അച്ഛന് നീ കൊടുത്തല്ലോ, എനിക്കെന്താ, എല്ലാവരുടെ മക്കൾക്കും അത് കിട്ടിയല്ലോ, എൻ്റെ മക്കൾക്ക് എന്താ? എനിക്ക് കിട്ടിയതിന് പല്ലിനിടയിൽ ഇറച്ചിയിരിക്കുമ്പോഴും അസൂയ എന്നിൽ ഉണ്ടാകുകയാണ്. അസൂയുള്ള ഹൃദയത്തിൽ നിന്ന് പിറുപിറുപ്പ് എന്നിൽ ഉണ്ടാകുകയാണ്. ദൈവത്തിനെതിരെ പലപ്പോഴും കർത്താവേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പരാതി പറഞ്ഞവരിൽ പലരും വാഗ്ദത്ത ദേശം പ്രാപിച്ചില്ല എന്നത് നിശ്ചയം. പരാതിയും പരിഭവമായിരുന്ന പലരും വാഗ്ദത്ത ദേശം പ്രാപിച്ചില്ല. ജീവിത പങ്കാളിയെക്കുറിച്ച് എത്ര പരാതികൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ പേർക്ക് നഷ്ടപ്പെട്ട സ്ഥാനത്താണ് കർത്താവ് എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളിയെ തന്നിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ കഴിവ് കോഴുകളെ കുറിച്ച് ഓർത്ത് നമ്മൾ എത്രമാത്രം ദൈവസന്നിധിയിൽ പരാതി പറഞ്ഞു. ഞാൻ ആയിരിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ എത്രമാത്രം പരാതികൾ പറഞ്ഞു. ഒന്നോർത്ത് നോക്ക്, എത്രയോ പേർക്ക് മക്കളില്ലാത്ത സ്ഥാനത്ത് എത്രയോ പേരുടെ മക്കൾ ആയുസിൻ്റെ മധ്യത്തിൽ വെച്ച് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ പരാതിയുള്ള ഹൃദയത്തോടെ നിന്നു. അങ്ങനെ പറഞ്ഞവരിൽ പലർക്കും എന്ത് ലഭിച്ചില്ല? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, വാഗ്ദത്ത ദേശം നമുക്ക് അവകാശം ലഭിക്കുമോ? പരാതി പറയുന്ന നാവ് കർത്താവേ പുതിയ വർഷം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും ചേർന്ന് നിൽക്കാൻ, കുറവുകളോടുകൂടി ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമതായിട്ട്, ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ ഗ്രഡ്ജ് ചെയ്തു എന്നാ പറയുന്നത്. ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തുകൊണ്ടേയിരുന്നു. എന്ത് സംഭവിച്ചു? വിഷപ്പാമ്പുകളെ അയച്ച് മരുഭൂമി യാത്രക്കിടയിൽ അവിടെ വെച്ച് പലരും മരണപ്പെട്ടു എന്ന് പറയാണ്. സംഖ്യാപുസ്തകം 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിനും മോശയ്ക്കുമെതിരെ ഞങ്ങൾ ഈ ആഹാരം മടുത്തു. നിരവധി പേരുടെ മരണത്തിൻ്റെ കാരണമായി അത്. ജീവിതത്തിൻ്റെ കഷ്ടത കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പരാതി പറയുന്നത്. ഒരിക്കലേ 2 ഒട്ടകങ്ങൾ ഇങ്ങനെ നടന്നു പോകാം. ഒരമ്മ ഒട്ടകവും ഒരു കുട്ടി ഒട്ടകവും. ഈ കുട്ടി ഒട്ടകത്തിന് മുഴുവൻ പരാതികളാണ്. ഈ കുട്ടി ഒട്ടകം അമ്മ ഒട്ടകത്തോട് സങ്കടം പറയാ, അമ്മേ നമ്മൾ മാത്രം എന്താ കണ്ടാൽ ഇങ്ങനെ ഇരിക്കുന്നത്? അമ്മ ഒന്നും മറുപടി പറഞ്ഞില്ല. വീണ്ടും അവൻ പറയുകയാണ്, അമ്മേ നമ്മളുടെ കാലുകൾ നോക്ക്, ഇതെല്ലാം ഇങ്ങനെ കൂട്ടി ഒട്ടിയിരിക്കുക, ഒരു ഭംഗിയില്ല. അമ്മ മറുപടി പറഞ്ഞില്ല. വീണ്ടും അവൻ പറയാണ്, അമ്മേ നമ്മളുടെ കൺപീലികൾ ഇങ്ങനെ കണ്ണിങ്ങനെ മൂടി ഒരു ഭംഗിയില്ലാതിരിക്കുക, ആ മാനുകളുടെ കണ്ണുകൾ നോക്ക് എത്ര മനോഹരമാണ്. അമ്മ മറുപടി പറഞ്ഞില്ല. വീണ്ടും കുഞ്ഞു പറയാ, അമ്മേ നമുക്ക് മാത്രം എന്താ ഈ മുതുകത്ത് ഇത്ര വലിയ കൂന്? ഈ കാട്ടിലെ പല മൃഗങ്ങൾക്കും എന്തൊരു സൗന്ദര്യമാണ്, നമുക്ക് മാത്രം എന്താ ഇത്രയും വലിയ കൂന്? അമ്മ എല്ലാം കേട്ടിട്ട് അവസാനമായിട്ട് അവനോട് മറുപടിയായിട്ട് പറഞ്ഞു, മോനെ നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലായിട്ടാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ നിയോഗം വ്യത്യസ്തമാണെന്നാണ് ഇവിടെ ഒട്ടകം പഠിപ്പിക്കുന്നത്. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ കപ്പലായിട്ടാണ്. മരുഭൂമിയിലെ മണലിൽ കൂടി നടക്കുമ്പോൾ നമ്മളുടെ വിരലുകൾക്ക് അകൽച്ചയുണ്ടെങ്കിൽ മണലുകൾ കൊണ്ട് നമുക്ക് മുന്നേ നടക്കാൻ സാധിക്കില്ല. ഇത് മുന്നമേ അറിയുന്ന ദൈവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളുടെ കാലുകൾ തമ്മിൽ കൂട്ടിയൊട്ടിച്ചു. അപ്പോൾ നമ്മുടെ കണ്ണുകളോ, മക്കളെ നമ്മൾ മരുഭൂമിയിൽ കൂടി നടക്കുമ്പോൾ പൊടിക്കാറ്റ് കണ്ണിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. നിനക്ക് ഭംഗിയില്ല എന്ന് തോന്നിയാലും നമ്മുടെ ദൈവം നമ്മുടെ കണ്ണുകളെ പീലികൾ കൊണ്ട് അടച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ കുഞ്ഞൊട്ടകം തിരിച്ചു ചോദിച്ചു, അമ്മേ അങ്ങനെയാണെങ്കിൽ ഈ ഭംഗിയില്ലാത്ത കൂനോ? അമ്മ മറുപടിയായിട്ട് പറഞ്ഞു, മോനെ നമുക്ക് തോന്നും ഇതിന് ഭംഗിയില്ല എന്ന്. മരുഭൂമിയിൽ ആഹാരവും വെള്ളവും സുലഭമല്ല, എപ്പോഴും കിട്ടുന്നതല്ല. അതുകൊണ്ട് ദീർഘദൂരം നമ്മൾ ദീർഘദിവസങ്ങൾ സഞ്ചരിക്കാനുള്ള എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് പുറകിൽ ഇങ്ങനെ കൂനുകൾ നൽകിയിരിക്കുന്നത്. എന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, ഓരോരുത്തരുടെയും നിയോഗങ്ങൾ വ്യത്യസ്തമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ വ്യത്യസ്തമാണ്. മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യേണ്ടതല്ല നമ്മുടെ ജീവിതത്തെ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ട് മുന്നേ എനിക്ക് വെച്ചിരിക്കുന്നതാണ്. കാരണം നിത്യദൈവന്റെ ഘനം ഓർക്കുമ്പോൾ ഈ നേരത്തേക്കുള്ള കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന്
തലമുറയുടെ മുൻപിൽ പറയണം. മക്കൾ തോക്കുന്ന മാർക്ക് കിട്ടുമ്പോൾ, മക്കൾക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുമ്പോൾ, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ, പലപ്പോഴും മക്കൾ തകർന്നു പോകുമ്പോൾ, മക്കൾ തളർന്നു പോകുമ്പോൾ, ബാല്യകാലം തൊട്ട് അവരോട് പഠിപ്പിക്കണം, നമ്മുടെ കർത്താവിന് ഇതിന്മേലും ഒരു ഉദ്ദേശമുണ്ട്. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞതുപോലെ, മകനെ ദൈവം കരുതിക്കൊള്ളും. യാഗമൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദൈവം കരുതിയിട്ടുണ്ടെന്ന് പറയാൻ കർത്താവ് അറിയാതെ, ലോകര് നോക്കുമ്പോൾ എനിക്ക് കൂന് കാണും, ലോകര് നോക്കുമ്പോൾ എനിക്ക് മുടന്ത് കാണും, ലോകര് നോക്കുമ്പോൾ എനിക്ക് നിന്ന കാണും, ലോകര് നോക്കുമ്പോൾ ഞാൻ പരിഹാസിയായിരിക്കും. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ശ്രേഷ്ഠനായിരിക്കും. അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ പോലെ നിത്യജീവൻ അവകാശപ്പെടാതെ പരിഭവിക്കുന്നവരായിട്ട്, പിറുപിറുക്കുന്നവരായിട്ട്, നിത്യജീവൻ അവകാശമില്ലാത്തവരാകുന്നതിലും നല്ലത്, കർത്താവേ നിന്റെ ഇഷ്ടം പോലെ. വീണ്ടും ഇസ്രായേൽ ജനത്തിലേക്ക് വരാം. ഇസ്രായേൽ ജനം സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ ഭൂമി പിളർന്ന് പലരും താഴേക്ക് പോയി. കാരണം എന്തായിരുന്നു? കോരഹിന്റെ പുത്രന്മാരും 250 പേരും ചേർന്ന് മോശയുടെ നേതൃത്വത്തിനെതിരെ, അഹറോന്റെ നേതൃത്വത്തിനെതിരെ ചോദ്യം ചെയ്തിട്ട് മോശയോട് പറയുകയാണ്, നീ ഞങ്ങളെക്കാൾ ഒട്ടും കേമനൊന്നുമല്ല, നീ ഞങ്ങൾക്ക് നേതാവാകുന്നത് എങ്ങനെ? ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്ന്. ഇതും നമ്മളുടെ ഒരു ജീവിതത്തിൽ ഇപ്പോഴിപ്പോഴും കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ, നേതൃത്വ നിരയിലുള്ള അംഗീകരിക്കുവാൻ, കുടുംബത്തിൽ അപ്പനെ അംഗീകരിക്കുവാൻ, അമ്മയെ അംഗീകരിക്കുവാൻ എല്ലാവർക്കും ഒരു സ്ഥാനമാണെന്നാണ് നമ്മൾ പലരും വിശ്വസിച്ചിരിക്കുന്നത്. പള്ളി ചെന്ന് കഴിഞ്ഞാൽ അച്ഛനും നമുക്കും ഒരു സ്ഥാനമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ആരെയും എവിടെ വെച്ചും എങ്ങനെയും ചോദ്യം ചെയ്യാമെന്നാണ് നമ്മളിൽ പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ചോദ്യം ചെയ്തപ്പോൾ മോശ ദൈവസന്നിധിയിൽ കമന്നു വീണ് പ്രാർത്ഥിച്ചു. മോശയോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, ധൂപം കയ്യിലെടുക്കുക. കോരഹപുത്രന്മാരും ധൂപം കയ്യിലെടുത്തു. ഭൂമി 2ആയി പിളർന്നു. അവരെല്ലാം ഭൂമിയുടെ അകത്തേക്ക് പോയി. അങ്ങനെ കുറേ പേർ വാഗ്ദത്ത ദേശം പ്രാപിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വീണ്ടും നമുക്ക് കാണാം, ഇസ്രായേൽ ജനം മോശ ദൈവസന്നിധിയിൽ മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മോശ വരാൻ താമസിച്ചപ്പോഴത്തേക്ക് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? സ്വർണങ്ങൾ കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. അവർ ദൈവത്തിന് പകരം ഈ സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കാൻ ആരംഭിച്ചു. നമ്മളിൽ പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ വിശ്വാസത്തില്, പ്രാർത്ഥനയില് നമ്മൾ മടുത്തു പോകുന്നവരാണോ? പുറമേയൊക്കെ നമ്മൾ ഭക്തന്മാരാണ്, പക്ഷെ പലപ്പോഴും തണുത്ത പ്രാർത്ഥന. ഇപ്പം നമ്മൾ ഭയങ്കര പ്രാർത്ഥന. എന്താണെന്നറിയോ? ക്രിസ്മസ് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ, ഇത്രയും ദിവസം പള്ളിയിലായിരുന്നു. ഇനി ന്യൂ ഇയർ. നമുക്ക് എങ്ങനത്തെ ന്യൂ ഇയർ വേണം? നല്ല സൂപ്പറായ ന്യൂ ഇയർ വേണം. അതിനുവേണ്ടി ഈ ഒരാഴ്ച നമ്മൾ എന്ത് ചെയ്യും? ഭയങ്കര പ്രാർത്ഥനയാണ്. ഫെബ്രുവരി മുതൽ നമ്മളെ പിന്നെ കാണാനില്ല. മാർച്ചിൽ നമ്മൾ തിരിച്ചു വരും. കാരണം എല്ലാ പബ്ലിക് പരീക്ഷയും നടക്കുന്നത് എപ്പോഴാണ്? മാർച്ചിലാണ്. പിന്നെ നമ്മളെ കാണുന്നത് മെയ്യിലാണ്. കാരണം ഈ പരീക്ഷകളുടെ എല്ലാ റിസൾട്ട് വരുന്നത് എപ്പോഴായിരിക്കും? ഇങ്ങനെ പലപ്പോഴും ദൈവത്തെക്കാൾ കൂടുതൽ കാര്യങ്ങളെ സ്നേഹിക്കുക, അത്ഭുതങ്ങളെക്കാൾ അനുദിനം നടത്തുന്ന ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളുടെ മക്കളുടെ മുൻപിൽ ഇന്നും എന്നും എന്നാളും അവൻ എനിക്ക് അനന്യനാണ്. കഷ്ടമുള്ള ദിവസത്തിൽ ഞാൻ അവൻ്റെ കാൽക്കൽ വരും, സന്തോഷമുള്ളപ്പോഴും ഞാൻ എൻ്റെ കാൽക്കൽ വരും. ഇയ്യോബ് തൻ്റെ ദേഹം വൃണമായപ്പോഴും, തൻ്റെ ദേഹം ഓട്ടുകഷ്ണം കൊണ്ട് ചുരണ്ടുമ്പോഴും, തൻ്റെ മക്കൾ നശിച്ചു പോയപ്പോഴും, തൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടപ്പോഴും, തൻ്റെ ഭാര്യ കളിയാക്കിയപ്പോഴും ഇയ്യോബ് പറഞ്ഞു, എൻ്റെ ദൈവത്തിൽ നിന്ന് നന്മകളെ എനിക്ക് സ്വീകരിക്കാമെങ്കിൽ തിന്മകളെ എനിക്ക് സ്വീകരിച്ചാൽ എന്താണെന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ ഇയ്യോബ് തൻ്റെ ഭാര്യയോട് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഏതവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കാതെ പ്രാർത്ഥനയിൽ തണുത്തു പോയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ വർഷം ചിന്തിച്ചു നോക്ക്. എൻ്റെ കുടുംബ പ്രാർത്ഥന, വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ വരുന്നവർ ദൈവത്തെക്കാൾ വലുതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെ കൂടിയിരിക്കും? അവരുടെ കൂടെ കൂടിയിരിക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നാൽ ദൈവം അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുവാണല്ലോ. ഈ വിളിക്കുന്നവൻ എപ്പോഴും അതവിടെ ഇട്ടിട്ട് അതിൻ്റെ പുറകെ പോകും. പലപ്പോഴും പ്രാർത്ഥനയിൽ നമ്മളുടെ TV-യിലെ പരിപാടികൾ അനുസരിച്ച് എൻ്റെ പ്രാർത്ഥനയെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടോ? പലരും വാഗ്ദത്ത ദേശം പ്രാപിക്കാതെ പോയതിന് കാരണം ഈ ആർത്തി മാറാത്ത ജനത്തിൻ്റെ സ്വഭാവമാണ്. അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിലും ഞാൻ അവനെ സ്തുതിക്കുമെന്ന് പറയാൻ സാധിക്കണം. വീണ്ടും യൂദാ ലേഖനത്തിലേക്ക് വരാം. യൂദാ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം രണ്ടാമതായിട്ട് പറയുകയാണ്, എന്താണ് അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ ജീവിച്ച ജനത്തിന് സംഭവിച്ചത്? തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ
മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയുടെ അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന്. ആദിയിൽ ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് സ്വർഗത്തിൽ വൃന്ദങ്ങൾ വൃന്ദങ്ങളായിട്ട് മാലാഖമാരുണ്ടായിരുന്നു. 12 വൃന്ദം മാലാഖമാരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവം അവർക്ക് എല്ലാ അധികാരങ്ങളും കൊടുത്തു. അപ്പോൾ ചിലർക്കൊരു അസുഖം, ചിലർക്കൊരു തോന്നൽ, നമ്മൾ എന്തിന് ദൈവത്തെ എന്തിന് ആരാധിക്കണം, എന്തിന് ദൈവത്തെ ആരാധിക്കണം? അവർ സ്വർഗത്തിൽ കൂട്ടം കൂടി, സ്വർഗത്തിൽ ദൈവത്തിനെതിരെ സഭ കൂടി. മീഖായേൽ അവർക്കെതിരെ എഴുന്നേറ്റ് നിന്നു. 3 വൃന്ദം മാലാഖമാരെ ഭൂമിയുടെ അധോഭാഗത്തേക്ക് വെട്ടിയെറിഞ്ഞു. ആ വെട്ടിയെറിഞ്ഞവർ 3 വൃന്ദം മാലാഖമാർ ഭൂമിയിൽ വന്ന് വീണു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നീ അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു എന്ന് ചോദിക്കുകയാണ്. നീ എങ്ങനെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണു? ഇന്ന് സന്ധ്യയിൽ കർത്താവ് നമ്മളോട് ചോദിക്കുക, എന്തിലൊക്കെയാണ് ഞാൻ വീണു പോയിട്ടുള്ളത്? ഈ 2024 അവസാനത്തെ ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ വചനങ്ങൾ ഇഷ്ടം പോലെ കേട്ടയാളാണ്. അത് കഴിഞ്ഞും ദിവസങ്ങളോളം ഞാൻ പലയിടത്തും വചനങ്ങൾ കേട്ടയാളാണ്. എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ഞാൻ വചനം കേട്ടയാളാണ്. എന്തുകൊണ്ടാണ് അവർ വീണു പോയതെന്നറിയാമോ? അധികാരമോഹം കൊണ്ടാണ് വീണു പോയത്. ആദ്യം ഇസ്രായേൽ ജനം വീണു പോയത് ആർത്തി മാറാത്തത് കൊണ്ടാണ്. രണ്ടാമത് ദൂതഗണങ്ങൾ വീണു പോയത് അധികാരമോഹം വിട്ടുപോകാത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മളോടും ചോദിക്കുകയാണ്, നീ എങ്ങനെ? നാം നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എവിടെയാണ് വീണു പോയത്? അധികാരമോഹത്തിലാണോ? അതോ അഹങ്കാര സംസാരത്തിലാണോ? അതോ മറ്റുള്ളവരോടുള്ള അസൂയയിലാണോ? അതോ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയിലാണോ? അതോ വഷളത്വത്തിലാണോ? അതോ ആഡംബരത്തിലാണോ? ഞാൻ എവിടെയാണ് വീണു പോകുന്നത്? ചെയ്യരുത് എന്ന് വിചാരിക്കുന്നത് ഞാൻ എന്തിലാണ് ചെയ്യുന്നത്? അപ്പോൾ പലപ്പോഴും ചിന്തിക്കും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ശോധനകളും നമ്മളെ മുടിച്ചു കളയാനാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഈ പ്രാർത്ഥിക്കുന്ന വീട്ടിൽ എപ്പോഴും ഇങ്ങനെ രോഗങ്ങളായ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച്. എന്നാൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, ജീവിതത്തിൻ്റെ ശോധനകൾ 3 തരത്തിലാണ് ഉള്ളത്. ഒന്നാമത്തെ ശോധന, കൂടുതൽ അവൻ ചെത്തിവെടിപ്പാക്കാനാണ്. ചെത്തിവെടിപ്പാക്കി നിന്നെ പൂർണ്ണമായിട്ടും കൂടുതൽ അനുഗ്രഹം നൽകാൻ ജീവിതത്തിൻ്റെ പല ശോധനയിൽ കൂടിയും കടന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിലെ പല കണ്ണുനീരും ഇന്ന് അനുഗ്രഹമായി ഭവിച്ചിട്ടില്ലേ? ഇന്ന് നീ കണ്ണുനീരിൽ കൂടെ കടന്നു പോയാൽ നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ നിന്റെ കണ്ണുനീരിനെ കുപ്പിയിൽ ശേഖരിക്കും. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ കഷ്ടനഷ്ട ശോധനകളിൽ നമ്മെ എന്തിന് ഉതകും? കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. കഷ്ടനഷ്ട ശോധനകളിൽ കഷ്ടനഷ്ടശോധനകളിലല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവത്തോട് അടുത്ത്. മുഴുവൻ സമയവും നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും? ദൈവമേ ദൈവമേ നീ കൈവിടരുതേ. ആശുപത്രിയുടെ വരാന്തയിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കർത്താവേ നീ കൈവിടരുതേ. അതെന്നെ ദൈവത്തോട് എന്നെ അടുപ്പിക്കാനായിരുന്നു. രണ്ടാമത് ഞാൻ വീണത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ബലഹീനതകൾ കൊണ്ട് വീഴുന്നവരുണ്ട്. ബലഹീനതകൾ കൊണ്ട് നിയന്ത്രിക്കാൻ വയ്യാത്ത ദേഷ്യം, നിയന്ത്രിക്കാൻ വയ്യാത്ത അസൂയ, നിയന്ത്രിക്കാൻ വയ്യാത്ത മറ്റു കൂട്ടുകെട്ടുകൾ, എന്തിന് നിയന്ത്രിക്കാൻ വയ്യാത്ത ഫോൺ ഉപയോഗം. നമ്മളുടെ ഏറ്റവും വലിയ പ്ലഷർ എന്താണെന്നറിയോ? ഇന്ന് പ്രായഭേദമന്യേ നമ്മൾ ഉണരുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഫോണിൽ നോക്കാൻ വേണ്ടിയാ. എനിക്ക് ദൈവം തന്നിരിക്കുന്ന കുടുംബത്തിൻ്റെ സമയത്ത്, എൻ്റെ കുടുംബമായിട്ട് ഇരിക്കേണ്ട സമയത്ത് എൻ്റെ ബലഹീനത നിമിത്തം എൻ്റെ കുടുംബജീവിതം വീണു പോകുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയോട് സംസാരിക്കേണ്ട നേരത്ത്, എൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കേണ്ട നേരത്ത്, എൻ്റെ മക്കളോടൊപ്പം അല്പസമയം ഇരിക്കേണ്ട സമയത്ത് ഞാൻ ഈ ഭൂമിയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ഇരിക്കുന്നവനെ അവൻ ജീവിച്ചിരിക്കുമ്പോൾ നോക്കാതെ കല്ലറയിൽ അടക്കം ചെയ്തിട്ട് കണ്ണുനീർ വാർത്തിട്ട് എന്താണ് പ്രിയമുള്ളവരെ കാരണം? ഇവിടെ ചോദിക്കുകയാണ്, അരുണോദയ പുത്രനായ ശുക്ര, നീ എവിടെ വീണുപോയി എന്ന് ചോദിച്ചതുപോലെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുക, എൻ്റെ ബലഹീനതയിൽ കൂടിയാണ് പിശാച് എന്നിലേക്ക് കയറുന്നത്. ഓരോരുത്തരിലും ബലഹീനത വ്യത്യസ്ത. ചിലർക്ക് അസൂയയാണ്. മറ്റുള്ളവരുടെ വളർച്ച കാണുമ്പോൾ ശരിക്കും ഇന്നത്തെ കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഏറ്റവും വലിയ 2 പാപങ്ങൾ എന്താണെന്നറിയോ? നിരാശയും അസൂയയും. ഇന്ന് പ്രാർത്ഥിക്കുന്നവരിലും വലിയ വലിയ ആളുകളുടെ ഇടയിൽ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിലൊക്കെ കണ്ടുവരുന്ന
രണ്ട് വലിയ കുറവുകളാണ്. നിരാശ, ആഗ്രഹിക്കുന്ന സാധനം ആഗ്രഹിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ നിരാശ. രണ്ട്, അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന വികാരത്തിൻ്റെ പേര് അസൂയ. എന്നിട്ട് നമ്മൾ പറയും എനിക്കാരോടും ഒരു കുഴപ്പവും എനിക്കാരോടും. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ തൻ്റെ അധരത്തെയും കാത്തുകൊള്ളണം. ദോഷം വിട്ടകന്നോ. ഗുണം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ പൈസ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് ഇട്ടിട്ട് മാസത്തിൽ ചെന്നിട്ട് അതിങ്ങനെ തിരിച്ചും മറിച്ചും ഇടുന്നതല്ലാതെ എൻ്റെ മക്കൾക്ക് ഇതില്ലെങ്കിലും നടത്താനുള്ള വക അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വീടിന് ചുറ്റും ഇല്ലാത്തവനുണ്ടെങ്കിൽ അവൻ്റെ ഒരു കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ? അവൻ്റെ കുടുംബം രക്ഷപ്പെടുക. അവൻ്റെ ആയുസ്സുള്ള കാലത്തോളം അവൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ പ്രവൃത്തിയും ദൈവസന്നിധിയിൽ എന്നും മാനിക്കപ്പെടും. സ്വർഗത്തിൽ എനിക്കൊരു സ്റ്റാർ വീഴും. എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ബലഹീനതയിലാണ് പിശാച് കയറുന്നത്. എൻ്റെ ബലഹീനത പണമാണോ? എൻ്റെ ബലഹീനത എന്താണെന്ന് കർത്താവേ എന്നെ തിരിച്ചറിയാനുള്ള കൃപ തരണേ. മൂന്നാമത്തെ വീഴ്ച എവിടെയാണെന്നറിയാമോ? അശ്രദ്ധ കൊണ്ട് വീഴുന്നതാണ്. തെറ്റാണെന്നറിഞ്ഞിട്ടും വീണ്ടും ഈ കേൾക്കുന്നതും പറയുന്ന ഒന്നും പുതിയതായതൊന്നുമല്ല. പ്രാർത്ഥനയുടെ കാര്യത്തില്, എൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തില് തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടും ഞാൻ വീണ്ടും വിട്ടുകൊടുക്കാതെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീണു പോകും. എൻ്റെ അധികാര സ്വഭാവം, എൻ്റെ ഞാൻ എന്ന ഭാവത്തിൽ കർത്താവേ ഞാൻ വീണു പോകരുതേ. വീണ്ടും യൂദാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ സോദോമും ഗൊമോറായും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. ഇതെല്ലാം നമ്മുടെ മുൻപിൽ ദൃഷ്ടാന്തമാണെന്നാണ് യൂദ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ മുൻപിൽ വരച്ച് കാണിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ദൃഷ്ടാന്തമാണ്. എന്ത്? സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങൾ. എത്ര പട്ടണങ്ങൾ നശിച്ചു പോയെന്നറിയാമോ? 5 പട്ടണങ്ങൾ. അവരെന്തു ചെയ്തു? അവർക്കും സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധിക്ക് അവർ ഏൽപ്പിക്കപ്പെട്ടു. എന്തായിരുന്നു സോദോമും ഗൊമോറയും ചെയ്ത തെറ്റ്? ഒന്ന്, അവരുടെ ലൈംഗിക അതിക്രമം. ഇന്ന് നമ്മളുടെയും ചുറ്റും നോക്കിയാൽ ഇന്ന് പത്രമൊന്നും വായിക്കാൻ കൊള്ളാത്ത പേപ്പറായി മാറിയിരിക്കുക. ടി വിയിലെ വാർത്ത പലപ്പോഴും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ വയ്യാത്ത വാർത്തയായി മാറിയിരിക്കുക. ലൈംഗിക അതിക്രമങ്ങള്, പ്രകൃതി വിരുദ്ധ മോഹങ്ങള്, അഹങ്കാരം, ധൂർത്ത്, ഇവയൊക്കെയായിരുന്നു സോദോമിലെയും ഗൊമോറയിലെയും ജനത്തെ യഹോവയാം ദൈവം നശിപ്പിക്കാൻ കാരണമായത്. ഏതൊക്കെയായിരുന്നു ആ 5 പട്ടണങ്ങളെന്നറിയാമോ? സോദോം, ഗൊമോറ, അദ്മ, സെബോയിം, സോവർ. ഈ 5 പട്ടണങ്ങളെ എങ്ങനെ നശിപ്പിച്ചു? തീയും ഗന്ധകവുമായി വെച്ച് നശിപ്പിച്ചു. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വളരെ നിസ്സാരമായിട്ട് വിചാരിക്കും. ഇപ്പം നോക്കിയേ, പെട്ടെന്ന് ഒരു ആസിഡ് മഴ പെയ്താൽ എങ്ങനെ ഇരിക്കും? ഈ തീയും ഗന്ധകം എന്ന് പറഞ്ഞാൽ സൾഫർ റെയിൻ എന്നാണ് പറയുന്നത്. പൊള്ളിപ്പോകും, നമ്മൾ വെന്തു പോകും. ആ ജനത്തെ നശിപ്പിച്ചു. വ്രണങ്ങൾ വന്ന്, രോഗങ്ങൾ വന്ന് ആ പ്രദേശം നശിപ്പിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം യഹോവയുടെ മുൻപിൽ കൈകൾ വിരിച്ചു പ്രാർത്ഥിച്ചു. യഹോവയാം ദൈവമേ, ഈ ജനത്തെ നശിപ്പിക്കാതിരിക്കാൻ ഈ ദേശത്ത് നിന്ന് ഞാൻ 50 നീതിമാന്മാരെ കൊണ്ടുവരട്ടെയോ? യഹോവ പറഞ്ഞു, ഓക്കെ, കൊണ്ടുപോയോ. അബ്രഹാം അന്വേഷിച്ചു, കിട്ടിയില്ല. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ഞാനൊരു 45 പേരെ കൊണ്ടുവരട്ടെ? അബ്രഹാം അന്വേഷിച്ചു, കിട്ടിയില്ല. 40 പേരെ കൊണ്ടുവരട്ടെ? അബ്രഹാം അന്വേഷിച്ചു, കിട്ടിയില്ല. 30 പേരെ അന്വേഷിച്ചു, കിട്ടിയില്ല. 20 പേരെ അന്വേഷിച്ചു, കിട്ടിയില്ല. 10 പേരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുകയാണ്, അബ്രഹാമിന് നീതിമാനായ ആരെയും ആ സോദോം ഗൊമോറ ദേശത്ത് കിട്ടിയില്ല. നമ്മൾ ഓർക്കും, ഇതൊക്കെ സോദോമിൻ്റെയും ഗൊമോറയുടെയും കാര്യമല്ലേ? എന്നാൽ കർത്താവ് ഇന്ന് സന്ധ്യയിൽ നമ്മളോട് ചോദിക്കുക, ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ 50 നീതിമാന്മാരെ ഈ ദേശത്ത് നിന്ന് എടുക്കാനുണ്ടോ? 40, 10? നമ്മളോട് തന്നെ ചോദിച്ചേ. ദൈവസന്നിധിയിൽ എന്നെ തൂക്കി നോക്കുമ്പോൾ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ യഹോവയുടെ കയ്യിൽ ഒരു തൂക്കുകെട്ട പിടിച്ച്
അവൻ എന്നെ തൂക്കി നോക്കിയാൽ, കർത്താവെ, ഈ ദേശത്ത് എത്ര നീതിമാന്മാരുണ്ട്. എത്ര പേര് വചനം കേട്ടെന്നല്ല, എത്ര പേർ വചനം അനുസരിച്ച് ജീവിച്ചു എന്നാണ്. ഈ വചനത്തിന്റെ ഉണർവ് എത്ര പേരുടെ ഉള്ളിലുണ്ടായി. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ, ജഡമായി കിടക്കുന്നവ എഴുന്നേറ്റ് ഒരു മഹാസൈന്യമായി എന്നതാണ് ചോദ്യം. എൻ്റെ നീതികേട് നിമിത്തം കർത്താവെ, എൻ്റെ ഭവനം നഷ്ടപ്പെട്ടു പോകുമോ എന്ന്, എൻ്റെ കുടുംബത്തിൻ്റെ പേര് ദൈവസന്നിധിയിൽ കൊടുക്കാൻ കാണുമോ? അനുസരണം അഭിനയിച്ച ജനം, ബന്ധങ്ങളിൽ ദൈവം മുൻപാകെ ബന്ധങ്ങളിൽ സ്നേഹം കാണിച്ചിട്ടും സ്നേഹമില്ലാത്ത ജനം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ലൈംഗിക അതിക്രമങ്ങളെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മളുടെ ഫോണിൻ്റെ ഹിസ്റ്ററി എടുത്തൊന്ന് നോക്കിയാൽ മതി. നമ്മളുടെ ഫോണിൻ്റെ ഹിസ്റ്ററി ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ നമ്മളും നമ്മളുടെ കൂട്ടുകാരുമായിട്ടുള്ള സംഭാഷണം കേട്ടാൽ മതി. നമ്മൾ ആരാണെന്ന് അറിയണമെങ്കിൽ ആ മഗ്ദലനക്കാരി മറിയത്തെ, പാപിനിയായ സ്ത്രീ എന്ന് പറഞ്ഞ് ദേശത്തിലെ മുഴുവൻ പേരും കല്ലെറിയാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടി യേശുവിൻ്റെ കാൽക്കൽ വന്നു വീണു. യേശു തമ്പുരാനോ തറയിൽ കുനിഞ്ഞിരുന്ന് എഴുതുക മാത്രമാണ് ചെയ്തത്. കാരണം എന്തായിരുന്നു? യേശു തമ്പുരാൻ ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുൻപ്, 33 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ മലനാട്ടിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ വഹിച്ചു. യൗസേപ്പ് എന്ന പുരുഷൻ ദൈവശബ്ദം കേട്ട് വിമർശിക്കുന്നവരുടെ നടുവിൽ വിമർശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ആ കന്യകയെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് അന്നവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടാതിരുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ചുറ്റിൽ നിന്നും മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, ബന്ധങ്ങളിൽ എത്രമാത്രം പരിശുദ്ധാത്മാവുണ്ട് എന്ന്. നമ്മൾ ബന്ധങ്ങളിൽ എങ്ങനെയായിരിക്കണം? പാട്ടുകാരുടെ കൂടെ നമ്മൾ പാടാറുണ്ട്, ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമാണെന്ന് പറയുന്ന നമുക്ക് ബന്ധങ്ങളിലും, കർത്താവേ, എൻ്റെ കർമ്മങ്ങളിലും ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് അഭിനയിച്ച് ജീവിക്കുന്നയാളാണോ? അനുസരണം അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ സോദോമിലും ഗൊമോറയിലും നീതിമാനെ അന്വേഷിച്ചു വന്നതുപോലെ ഇന്ന് രാത്രിയിൽ 2025 അവസാനത്തിൽ ഈ ദേശത്ത് എത്ര നീതിമാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ, കർത്താവേ, ഇതാ ഞാൻ എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ പുസ്തകം തുറക്കും. എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തികളെ ദൈവം തമ്പുരാൻ വായിച്ചാൽ അവൻ്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെ, എൻ്റെ അഹങ്കാര സംസാരം, എൻ്റെ ദുർനടപ്പ്, അവയൊക്കെ കർത്താവ് തൂക്കി നോക്കിയാൽ ഞാൻ എന്തായി തീരും? വീണ്ടും ശ്ലീഹ 4ാമത് ഓർമ്മിപ്പിക്കുന്ന കാര്യം അജ്ഞതയുള്ള ജനത്തെക്കുറിച്ചാണ്. എന്താണ് അജ്ഞതയുള്ള ജനത്തെക്കുറിച്ച് പറയുന്നത്? മോശയുടെ മരണസമയത്ത് മോശയുടെ ശരീരത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി സാത്താൻ അവൻ്റെ സൈന്യവുമായിട്ട് വന്നപ്പോൾ മീഖായേൽ അവനെ ബത്സിക്കുക മാത്രമത്രേ ചെയ്തത് എന്നാ പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ബത്സിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ പ്രധാന ദൂതനായ മീഖായേലിന് വലിയ കാര്യങ്ങളൊക്കെ പറയാൻ അവിടെ ഉണ്ടായിരുന്നു. തർക്കിക്കത്തക്ക കാരണങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൂഷണവിധി ഉച്ചരിക്കാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാനും നിങ്ങളും ഒരു വാക്കിനെങ്കിലും വിട്ടുകൊടുക്കുന്നവരാണോ? നമ്മൾ ഒരു വാക്കിനെങ്കിലും വീട്ടിലോ നാട്ടിലോ വിട്ടുകൊടുക്കുന്നവരാണോ? നമ്മളെക്കുറിച്ച് പറയാണ്, ഇവരോ തങ്ങൾ അറിയാത്തത് എല്ലാം ദുഷിക്കുന്നു. നമുക്ക് ഈ അമേരിക്കയിലെ കാര്യം വരെ നമ്മൾ ചർച്ച ചെയ്യും, അല്ലേ? അങ്ങ് അമേരിക്കയിലെ കാര്യം വരെ നമ്മൾ ചർച്ച ചെയ്യും. നമ്മുടെ നാവ് പാപത്തിന് കാരണമാകരുത്. കാരണം പറയാണ്, ബുദ്ധിയില്ലാത്ത മൃഗത്തെ പോലെ സ്വാഭാവികമായി ഗ്രഹിക്കുന്നവാകിയാലൊക്കെയും തങ്ങളെ തന്നെ വഷളാക്കുന്നു. നമ്മൾ ബുദ്ധിയില്ലാതെ സംസാരിക്കുന്നതിന് പറയാണ്, നമ്മൾ നമ്മളെ തന്നെ വഷളാക്കുന്നു. ചേർത്ത് അത് നിസ്സാരമായി കാണരുത്. അടുത്ത വാക്യം പറയാണ്, അവർക്ക് അയ്യോ കഷ്ടം.
അവർക്ക് അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞെന്നേ, ആരെങ്കിലുമൊക്കെ പറയുന്നതിൻ്റെ ബാക്കി പറഞ്ഞെന്നേ. ഇപ്പൊ ഇവിടുന്ന് വീട് വരെ നടന്നു പോകാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ കൺവെൻഷൻ നടക്കുന്ന വേദിയിൽ, പെരുന്നാൾ നടക്കുന്ന വേദിയിൽ, ഈ കല്യാണം നടക്കുന്നിടത്തൊക്കെ എല്ലാവരും മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കാൻ ഉറക്ക പാട്ട് വെക്കും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ മനുഷ്യർ തമ്മിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് മിണ്ടണമെങ്കിൽ ഇത് കുറച്ചു നേരം ഒന്ന് ഓഫ് ചെയ്ത് പിന്നെ അത്രയോ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? തിരിച്ചു പോകുന്ന വഴിക്ക് 1-2 പേരെയെങ്കിലും നമ്മൾ വെറുതെ വിടും. കാരണം ശബ്ദം കാരണേ നമുക്കൊന്നും പറയാൻ വയ്യ. ആദ്യത്തെ ചോദ്യം എങ്ങനെയായിരിക്കും? എന്തു പറ്റി? തോമാച്ചായനെയും കുടുംബത്തെയും കണ്ടില്ലല്ലോ. അല്ലേ അവരൊക്കെ ഇത്രയും നേരം കേട്ടത് വെറുതെയായി അല്ലേ? എന്നാ അവരൊക്കെ വരാൻ? ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ മറ്റുള്ളവരെ ദുഷിക്കുമ്പോൾ പറയാണ് അവർക്ക് അയ്യോ കഷ്ടം. കാരണം എന്താണ്? അവർ കയ്യിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച ബിലിയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുകയും ചെയ്യുന്നു. നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന പലതും അവർ കയ്യിന്റെ വഴിയിൽ നടക്കുന്നവരാണ്. എന്നാൽ എന്താണ് കയ്യിന്റെ വഴി? കടമകളെ അറിയാത്ത വഴിയാണ് കയ്യിന്റെ വഴി. സഹോദരനോടുള്ള കടമയെ ഓർക്കാത്ത വഴി എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? മാതാപിതാക്കളെ മറന്നുള്ള വഴി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്ന വഴി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വചനം എൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോഴും എൻ്റെ വാ കൊണ്ട് ഞാൻ ദൂഷണം ഉച്ചരിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? പലപ്പോഴും എൻ്റെ സമ്പന്നതയിൽ ഞാൻ എൻ്റെ സഹോദരനെ മറന്നിട്ടുണ്ടോ? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല, നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന്. തൻ്റെ നാവ് കൊണ്ട് തൻ്റെ സഹോദരനെ പകയ്ക്കുന്നവൻ കള്ളനാകുന്നു. അതുകൊണ്ട് കടമകളെ അറിയാത്തവരായി നാം ആയിത്തീരരുത്. കർത്താവേ, എൻ്റെ കടമകളെക്കുറിച്ച് ഉത്തമമായ ബോധ്യം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന കടമ, കുടുംബ പ്രാർത്ഥന എന്ന കടമ, ആരാധന എന്ന കടമ, എൻ്റെ അതിവിശുദ്ധ വിശ്വാസത്തെ തലമുറയിലേക്ക് എത്തിക്കുക എന്ന കടമ നിർവഹിക്കാൻ എനിക്ക് തെറ്റിപ്പോയ വഴികളിൽ നിന്നൊക്കെ പുതിയൊരു വർഷത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും പറയാണ്, അവർ ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നവരാണ്. ഈ ബിലയാമിൻ്റെ വഞ്ചന എന്താണ്? ധനത്തിനു വേണ്ടി ദൈവജനത്തെ ഒറ്റുകൊടുത്തവനാണ് ബിലയാം. ധനത്തിനു വേണ്ടി, പണക്കിഴിക്ക് വേണ്ടി. നമ്മളിലും പലരും അങ്ങനെ തന്നെയാണ്. ദൈവത്തെയാണോ ദ്രവ്യത്തെയാണോ സ്നേഹിക്കുന്നത് വെച്ചാൽ നമ്മൾ എന്ത് പറയും? അയ്യോ കർത്താവിനെയാ, പക്ഷെ പള്ളി 10 രൂപ കൂടുതൽ ഇടാൻ എനിക്കൊട്ട് താല്പര്യവും. ദൈവത്തെയാണോ അത് തന്ന, ദ്രവ്യത്തെയാണോ അത് തന്ന ദൈവത്തെയാണോ ഞാൻ സ്നേഹിക്കാറ്? ഞാൻ ഈ ദശാംശം കൊടുക്കുന്നു എന്നൊക്കെ വലിയ ഊറ്റം കൊള്ളുമ്പോൾ സത്യമായിട്ടും എനിക്ക് കിട്ടുന്നതിൻ്റെ ദൈവത്തിന് വിഹിതം കൊടുക്കുന്നവരാണോ നമ്മൾ? ബിലയാമിൻ്റെ വഞ്ചനയിൽ നമ്മൾ പലപ്പോഴും പണത്തെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരാണോ? ഗേഹസിക്ക് കുഷ്ഠം വന്നതുപോലെ ധനം ഉപയോഗിക്കാൻ അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും കർത്താവേ, ഞാൻ സാമ്പത്തിക അച്ചടക്കമില്ലാത്തവരാകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? അടുത്ത തലമുറ വന്നപ്പോഴത്തേക്ക് അതെന്തായി മാറി? ഉല്ലാസഭ്രാന്തായി മാറി. നമ്മൾ ഉപയോഗിക്കാതെ, നമ്മൾ സ്വരുക്കൂട്ടി വെച്ച്, നമ്മളിങ്ങനെ പിഞ്ചി വെച്ചത് ഒറ്റ കല്യാണം കൊണ്ട്, ഒറ്റ പിറകുദാശ കൊണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പൊട്ടിച്ചവർ കൈ തരും. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത അതിനെന്താണ്? ദിസ് ഈസ് അവർ ബിഗ് ഡേ. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന ഇത് ഞങ്ങളുടെ വലിയ ദിവസമാണ്. അതുകൊണ്ട് ഇത്രയും നാളും നമ്മൾ വെള്ളം കുടിക്കാത്തതൊക്കെ അവരെന്ത് ചെയ്തോളും? ഒറ്റ ഒരു ദിവസത്തെ ആഡംബരം കൊണ്ട് ഉല്ലാസഭ്രാന്ത് ബാധിച്ച് നമ്മളുടെ കൺമുൻപിൽ വെച്ച് നമ്മൾ വെള്ളം കുടിക്കാത്ത, നമ്മളൊരു മുൻവശത്തെ സെറ്റിയിൽ പോലും ഇരിക്കത്തില്ല. കാരണം നമ്മൾ ഇരുന്നാൽ അതിലെന്താവും? അഴുക്കാവും. നമ്മൾ എന്തിനു വെച്ചിരിക്കുക? അത് തൂത്ത് തുടച്ച് നമ്മളൊന്നും ഇരുന്നിട്ടില്ല, നമ്മളൊരു നല്ലത് കഴിച്ചിട്ടില്ല. ഈ 2026 സാമ്പത്തികമായ കാര്യങ്ങളെ കർത്താവേ, നീ തരുന്ന ധനത്തെ ഉപയോഗിക്കാനുള്ള കൃപ കൂടി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 3 പറയാണ്, കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോകുന്നവരാണ്. ഈ കോരഹിന്റെ മത്സരം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. സംഖ്യാപുസ്തകം 16-ാം അധ്യായത്തിൽ കോരഹും തൻ്റെ 250 പേരും ദൈവത്തിനെതിരെ
ദൈവം കൊടുത്ത നേതൃത്വത്തിനെതിരെ സംശയിച്ചതുപോലെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ, അമ്മയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാനല്ല, മറിച്ച് പരസ്പരം ശുശ്രൂഷ ചെയ്യുവാൻ, മക്കളുടെ കഴിവുകേടുകളെ ചോദ്യം ചെയ്യല്ല, അവരുടെ കഴിവുകേടുകളോടെ അവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. ആകയാൽ പ്രിയമുള്ളവരെ, ഈ സന്ധ്യയിൽ യൂദാ ലേഖനത്തില് ലേഖനകർത്താവായ വിശുദ്ധ സ്ലീഹന്മാരിൽ ഒരുവനായ യൂദാ നമ്മോട് പറയുകയാണ്, ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നും ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. പഴയ വർഷത്തിൽ കർത്താവെ, ഞാൻ എന്നെ തന്നെ ഒന്ന് കേട്ട് ശോധന ചെയ്തു. ഞാൻ പഴയ ഇസ്രായേൽ ജനത്തെ പോലെയാണോ? പിറുപിറുപ്പോടുകൂടി നടക്കുന്നവനാണോ? അനുസരണക്കേട് കാട്ടുന്നവനാണോ? ഞാൻ ദൈവത്തിനെതിരെ പരാതി പറയുന്നവനാണോ? ഞാൻ ജനത്തിനെതിരെ വിരൽ ചൂണ്ടുന്നവനാണോ? ദൈവമേൽപ്പിച്ചിരിക്കുന്ന നേതൃത്വത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നവനാണോ? വിശ്വാസത്തിൽ തണുത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിയതുപോലെ ജീവിക്കുന്നവനാണോ? കർത്താവെ, എൻ്റെ അനുസരണക്കെടിനെ ഒന്ന് മാറ്റണേ. 2, അധികാരമോഹം. ഞാൻ എന്തിലാണ് വീണു പോകുന്നതെന്ന്, എൻ്റെ ആത്മീക വർധനവിന് തടസ്സം വരുത്തുന്ന എന്തു മോഹമാണ് എന്നെ കീഴ്പ്പെടുത്തുന്നത്. 3, അനുസരണം അഭിനയിക്കുന്ന ജനം. സോദോമിലെയും ഗൊമോറയിലെയും ജനം അനുസരണം അഭിനയിക്കുന്നത് പോലെ ദൈവമേ, നിന്റെ മുൻപിൽ അനുസരണം അഭിനയിക്കാതെ പൂർണ്ണമായിട്ടും മുട്ടുമടക്കുകയും കണ്ണു നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നവരുടെ തലമുറ നശിച്ചു പോകാത്തത് കൊണ്ട് നീതിമാനായിട്ട് ദേശത്ത് വർദ്ധിക്കുവാൻ, 4 ദൂഷണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ കീറി മുറിക്കാതെ ഇരിപ്പാൻ കർത്താവെ, പുതിയ വർഷത്തിൽ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ വർഷത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൽ കർത്താവെ, അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാവരും ആയിരിക്കുമ്പോൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അറിഞ്ഞു അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകളും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അനുസരണമില്ലാത്തവരായിട്ട്, ഞങ്ങൾ പിറുപിറുപ്പുള്ളവരായിട്ട്, ഞങ്ങൾ പ്രാർത്ഥനയിൽ തണുത്തു പോകുന്നവരായിട്ട്, ഞങ്ങൾ മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നവരായിട്ട്, ഞങ്ങൾ അധികാരമോഹങ്ങൾ കൊണ്ട്, ബലഹീനതകൾ കൊണ്ട് പലപ്പോഴും വീണു പോയിട്ടുണ്ട്. നാഥാനുസരണം അഭിനയിച്ച സോദോമിനെയും ഗൊമോറയും പോലെ ഞങ്ങൾ ആയിത്തീരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം, നമ്മുടെ തലമുറകളെ സമർപ്പിക്കാം. കഴിയേണ്ടതെല്ലാം കഴിഞ്ഞു പോയി കർത്താവെ, ഒഴിയേണ്ടതെല്ലാം ഇതുപോലെ ഒഴിഞ്ഞു പോകുകയും ചെയ്യും. പുതിയ സൃഷ്ടിയായിട്ട് നീ ഇനി നൽകുന്ന ആയുസ്സിൽ അനുഗ്രഹമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. 2026 എന്ന് പറയുന്ന വർഷം അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി തരുന്നുവെങ്കിൽ വിവേകത്തോടെ ജീവിപ്പാൻ കർത്താവ് കൃപ കൂടെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ കർത്താവെ നഷ്ടപ്പെടുത്തി കളയാതെ പരിശുദ്ധാത്മാവുള്ളവരായി, നിത്യജീവനെക്കുറിച്ച് ബോധ്യമുള്ളവരായി, ദൈവസ്നേഹത്തിൽ ജ്വലിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടറിലുമാറാകണമേ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഈ ശാന്തിപുരം യൂണിയൻ കൺവെൻഷനിൽ ഭാഗമായി തീരുവാൻ ദൈവം അനുവദിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആയതിന് ഇവിടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും സീനിയർ അച്ഛൻ മുതൽ ഏറ്റവും ചെറിയ അച്ഛൻ വരെ എല്ലാ അച്ഛന്മാരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. ഇത്രയും നേരം ശ്രദ്ധയോടെ കേട്ടിരുന്ന ദൈവജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന അനേക നീതിമാന്മാർ ദേശത്തുണ്ടാകുവാൻ തക്കവണ്ണം, നമ്മുടെ തലമുറകളുടെ അനുഗ്രഹത്തിനായി തീരുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്നും 2025 ഒഴിഞ്ഞു പോകുമ്പോൾ 2026 പ്രത്യാശയോടെ വരവേൽക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. കൊച്ചമ്മ നമുക്ക് നൽകിയ ആഹ്വാനത്തിൻ്റെ മുമ്പിൽ ഈ പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ധൈര്യത്തോടുകൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരവരിയ്ക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റിരിക്കാൻ കൊച്ചമ്മ ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഈ സമർപ്പണത്തോടുകൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി നമ്മൾ യോഗമായിട്ട് കൂടി വരുന്നത് 2026 അതുകൊണ്ട് ഈ സമർപ്പണത്തോടുകൂടെ ആരെങ്കിലും ഈ സമയത്ത് തങ്ങളെ തന്നെ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരിയ്ക്കുന്ന സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വയ്ക്കും നിതാ മുൻപിൽ ഞാൻ
യേശുവേ എന്നും നേൻ വകയാവാ പീഠത്തിന്മേലെന്നെ ഞാൻ രക്ഷുതീക്കായി കാക്കുന്നു കാത്തുകാത്തിരിക്കുന്നേ. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കണേ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ 2025 അവസാന നാഴികയിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ കർത്താവെ, ലഭിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നീതിമാന്മാരാണെന്നും ഞങ്ങൾ കൃപയിൽ ജീവിക്കുന്നുവെന്നും പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ച് ജീവിച്ചു പോയ നാളുകളുണ്ട്. ദൈവമേ, നിന്നെ അറിഞ്ഞിട്ടും അറിയാതെ പോയ നാളുകൾ, മറ്റുള്ളവർക്ക് സാക്ഷ്യവും മാതൃകയും ഉള്ളവരാകേണ്ട സ്ഥാനത്ത് കർത്താവെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ തലമുറകളോട് കർത്താവ് കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിൽ കർത്താവെ ആത്മശരീര മനസ്സുകളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. നാഥ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറുവാൻ തക്കവണ്ണം മറിയാം തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവസുതൻ അവളിൽ ഉരുവായതുപോലെ കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളിലെ വചനം ഉരുവായിട്ട്, വചനം പ്രവൃത്തിയായിട്ട്, ഞങ്ങളുടെ ജീവിത മാതൃകയായിട്ട് തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനവും പരിസരവും തിരുരക്തം മുദ്രയിടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്നവൻ കർത്താവെ പുതിയ വർഷം ക്രിസ്തുവിനെ കാണാൻ, ഞങ്ങളെ കേൾക്കുന്നവൻ ക്രിസ്തുവിനെ കേൾക്കാൻ, ഞങ്ങളോട് ഇടപെടുന്നവർ ക്രിസ്തുവിനോട് ഇടപെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അവിടുന്ന് ശേഷിച്ചിരിപ്പിക്കുന്ന ആയുസ്സെല്ലാം ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവനോളം കർത്താവെ വിശ്വസ്തരായിട്ട് സഞ്ചരിപ്പാൻ, കർത്താവെ അതിവിശുദ്ധ വിശ്വാസത്തെ നെഞ്ചിലേറ്റാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. കൊയർ ഈ സമയത്ത് ഗാനം ആലപിക്കുന്ന അത്ര, അപ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കുന്ന അത്ര. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിയിടാം. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരുങ്ങിയിടാം. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂരിൽ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വരെ ജനം കണ്ണൂരിൽ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിന് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യത്തിന് ഒരുങ്ങിയിടാം.
നന്ദി പ്രകാശനത്തിനും അറിയിപ്പുകൾക്കുമായിട്ട് സുവിശേഷകൻ മാത്യു ജോണിനെ പ്രത്യേകം ക്ഷണിച്ചു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. 66ാമത് ശാന്തിപുരം യൂണിയൻ കൺവെൻഷൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ നാം അനുഭവിച്ച ദൈവകൃപകളെ ഏറെ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. 65 വർഷക്കാലം ഈ ദേശത്ത് അനുഗ്രഹീത ശുശ്രൂഷകൾ നിറവേറ്റുവാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിച്ചുവല്ലോ. 66ാമത് വർഷം 2025 അവസാന ദിനങ്ങളിൽ നാം ആയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇമ്പസ്വരം കേൾക്കുവാൻ നമ്മെ ഇടയാക്കിയല്ലോ. ഈ കൺവെൻഷനിൽ നിങ്ങളിലൂടെ ലഭിക്കുന്ന സ്നേഹവും സഹായവും ശുശ്രൂഷകളും ഏറെ കൃതാർത്ഥതയോടെ ഓർക്കുകയാണ്. നമ്മുടെ രണ്ടാമത്തെ രാത്രി ഇന്ന് അധ്യക്ഷപദം അലങ്കരിച്ച് നമ്മെ സഹായിച്ചത് റവറൻഡ് ഡോക്ടർ PG ജോർജ് അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ നേതൃത്വം ശുശ്രൂഷകൾ ഏറെ കൃതാർത്ഥതയോടെ ഓർക്കുകയും ശാന്തിപുരം കൺവെൻഷൻ നാമത്തിൽ പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും വിനയത്തോടെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി നാം എന്തുകൊണ്ടും ധന്യരാണ്. 2025 അവസാന നാളുകളിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ആവശ്യമായ ദൈവവചനം നമുക്ക് ദൈവം നൽകിയതോർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട മെർലിൻ കൊച്ചമ്മ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പോടുകൂടെ ഏറ്റവും ആധികാരികമായി ഏറ്റവും ശ്രേഷ്ഠമായി തൻ്റെ ശുശ്രൂഷ സരണികളിൽ ദൈവവചനം ലോകത്തോട് വിളിച്ചു പറയും. നിശ്ചയമായും നാമും അനുഗ്രഹീതരായി തീർന്നുവല്ലോ. പ്രിയപ്പെട്ട കൊച്ചമ്മയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അനവരതമായ ദൈവിക കൃപകളെ നന്ദിയോടെ ഓർക്കുന്നു. തുടർന്നും മലങ്കരയ്ക്ക് മാത്രമല്ല അനേക രാജ്യങ്ങളിൽ ദൈവം പ്രിയപ്പെട്ട കൊച്ചമ്മയെടുത്ത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സമയം വാർതിരിച്ച് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന ആവശ്യമായ ദൂത് നൽകി നമ്മെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട മെർലിൻ ഡി മാത്യു കൊച്ചമ്മയോട് ശാന്തിപുരം യൂണിയൻ കൺവെൻഷൻ നാമത്തിൽ ചുമതലക്കാരുടെയും കൂടി വന്ന ജനത്തിൻ്റെ നാമത്തിലുള്ള നന്ദി വിനയപുരസ്സരം അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട അച്ഛന്മാരാൽ നാം അനുഗ്രഹീതരായി തീർന്നുവല്ലോ. പ്രിയപ്പെട്ട റവറൻഡ് ഫാദർ വർഗീസ് പി ചെറിയാനച്ഛനാണ് ഇന്ന് വന്നുയർന്ന ഏവരെയും സ്വാഗതം ചെയ്തത്. പ്രിയപ്പെട്ട അച്ഛനിൽ കൂടി ലഭിക്കുന്ന സ്നേഹവും കരുതലും ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ നൽകുന്ന നേതൃത്വം വളരെ ശ്ലാഘനീയമാണ്. വളരെ താഴ്മയോടുകൂടി ശുശ്രൂഷ നിറവേറ്റുന്നുവല്ലോ. പ്രിയപ്പെട്ട അച്ഛനോട് ഈ കൺവെൻഷൻ കടപ്പെട്ടിരിക്കുന്നു. നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ കൺവെൻഷന്റെ പ്രസിഡന്റായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ജേക്കബ് ജോൺ അച്ഛൻ, നമ്മുടെ കൺവെൻഷന്റെ വൈസ് പ്രസിഡന്റായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട MK ജേക്കബ് അച്ഛൻ, നമ്മുടെ ദേശത്തിന്റെ തന്നെ പട്ടക്കാരനായിരിക്കുന്ന പ്രിയപ്പെട്ട സാം മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട ആശിഷ് മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട ഇന്ന് സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന എഴുമറ്റൂർ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ബിജു ജെ എബ്രഹാം അച്ഛൻ ഈ ദേശത്ത് വന്നതിന് ശേഷം ആദ്യമായാകുന്നു ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുന്നത്. പ്രിയപ്പെട്ട സച്ചിൻ കുര്യാക്കോസ് അച്ഛൻ, പ്രിയപ്പെട്ട വൈദികരോട് ഏറെ നന്ദിയും സ്നേഹവും വിനയത്തോടെ അറിയിക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട സുവിശേഷകരായ സക്കറിയ കുര്യൻ സാറും വർഗീസ് മാത്യു സാറും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ഏറെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ രാത്രിയിൽ നമ്മോടുകൂടെ എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട അലക്സാണ്ടർ വർഗീസ് സംബന്ധിക്കുന്നു. ഏറെ നന്ദിയും സ്നേഹവും വിനയത്തോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശ്രീമതി അന്നമ്മ കോശി, മറ്റ് ശുശ്രൂഷകൾ നിറവേറ്റിയ എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഇന്ന് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് വെണ്ണിക്കുളം ശാലേം മാർത്തോമ ഗായക സംഘമാണ്. ഗായക സംഘത്തിന് നേതൃത്വം നൽകിയത് പ്രിയപ്പെട്ട രാജുചാന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട PC കോശി പഴയെടുത്ത് കീബോർഡ് വായിച്ച ഡോക്ടർ T ഈപ്പൻ അവറുകൾ. പ്രിയപ്പെട്ടവരോടും മറ്റ് ഗായക സംഘാംഗങ്ങളോടും ഏറെ നന്ദിയും സ്നേഹവും കൺവെൻഷന്റെ പേരിൽ അറിയിക്കുകയാണ്. ഇന്ന് രാത്രി ഇത്രത്തോളം ആളുകൾ കൂടി വന്ന് ഈ ശുശ്രൂഷ അനുഗ്രഹപ്രദമാക്കിയല്ലോ. നാം വചനം കേട്ട് പുതുവർഷത്തിലേക്ക് ഒരുങ്ങുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണല്ലോ. അനുഗ്രഹത്തോടെ മടങ്ങാം. നാളെ രാത്രിയിൽ എല്ലാ ദൈവാലയങ്ങളിലും വാച്ച് നൈറ്റ് സർവീസ് ഉള്ളതുകൊണ്ട് 31-ാം തീയതി നമുക്ക് കൺവെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ ദൈവാലയങ്ങളിലും വിശുദ്ധ കുർബാന ശുശ്രൂഷ ഉണ്ടല്ലോ. അതിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇനിയും നമ്മുടെ കൺവെൻഷൻ 4 രാത്രിയോടെ ഉണ്ട്. 1-ാം തീയതി സന്ധ്യാസമയത്ത്
നമുക്ക് വീണ്ടും ഒന്നിച്ചു കൂടുവാൻ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ രാത്രിയിൽ, ഒന്നാമത്തെ രാത്രിയിൽ വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് മാർത്തോമാ സഭയിൽ ഏറ്റവും അനുഗ്രഹീത വാഗ്മിയും വേദ പണ്ഡിതാവുമായി ഇരിക്കുന്ന പ്രിയപ്പെട്ട റവറൻഡ് ഡോക്ടർ മോത്തി വർഗീയച്ചനാണ്. പ്രിയപ്പെട്ട അച്ഛൻ 1-ാം തീയതി രാത്രി നമ്മോട് ദൈവവചനത്തിൽ സംസാരിക്കും. പ്രിയപ്പെട്ട അച്ഛനെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം